അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.9 times the threshold frequency is incident on a photosensitive material. If the frequency is halved and the intensity is doubled, the photocurrent becomes. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്ത് നോക്കാം. ഫ്രീക്വൻസി 1.9 times the threshold frequency is incident on a photosensitive material. Frequency is halved. ഫ്രീക്വൻസി നേരെ പകുതിയാക്കി, അതായത് നമ്മുടെ എഫ്. സോ എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f/2 ആക്കി എന്നർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.9 divided by 2. 1.9 divided by 2 അല്ലേ? If the frequency is halved and intensity is doubled, so I dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2i ആക്കി. The photoelectric current becomes. Okay, light of frequency 1.9 times the threshold frequency is incident on a photosensitive material. If the frequency is halved and intensity is doubled, the photoelectric current becomes 0. കാരണം എന്താ? ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ് ഫ്രീക്വൻസി ആകുന്നത് നമ്മൾ. സോ ഒരു മെറ്റൽ സർഫസിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയിൽ ലൈറ്റ് വന്ന് വീണാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സാധ്യമാവുകയുള്ളൂ. സോ ഇവിടെ 1.9 divided by 2 ആണ്. സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇവിടെ പോസിബിൾ അല്ല. സോ നമ്മുടെ ഉത്തരം എന്താണ്? 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ത്രഷോൾഡ് വേവ് ലെങ്ത് ഫോർ എ മെറ്റൽ ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ W0 is x. സോ നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? W0 എന്ന് പറയുന്നത് x ആണ്. വാട്ട് ഈസ് ദി ത്രഷോൾഡ് വേവ് ലെങ്ത് ഫോർ ദ മെറ്റീരിയൽ ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ 2 ഒമേഗാനോ. വർക്ക് ഫംഗ്ഷൻ എന്താണ്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു മെറ്റാലിക് സർഫസിൽ ഒരു ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണം. സോ അതിനെയാണ് നമ്മൾ ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ത്രഷോൾഡ് വേവ് ലെങ്ത് ഫോർ എ മെറ്റൽ ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ W0. സോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ W0 ആണ്. വാട്ട് ഈസ് ദി ത്രെഷോൾഡ് വേവ് ലെങ്ത് ഫോർ ദ മെറ്റീരിയൽ ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ 2W0. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/nu0 ആണ്. h/nu0 ഓക്കെ ആണേ. ദെൻ W ഈസ് ഈക്വൽ ടു h. ന്യൂ എന്ന് വെച്ചാൽ എന്താണ്? c/nu λ എന്നാണ് അല്ലേ? അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? c/λ. സോ c divided by λ. ഓക്കെ, ഇനി 2W0 is equal to എന്താണ്? 2 times hc divided by lambda dash. ഓക്കെ ആണല്ലോ. ദെൻ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. സോ ഇക്വേഷൻ നമ്പർ 2 divided by ഇക്വേഷൻ നമ്പർ 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 omega0 divided by omega0 is equal to എന്താണ്? 2hc divided by lambda dash divided by hc by lambda. സോ hc വെട്ടിപ്പോവും, ലാംഡ നേരെ മുകളിൽ വരും. സോ 2 lambda by lambda dash. ഒമേഗ0 വെട്ടിപ്പോയി. അപ്പോൾ 2 lambda by lambda dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 lambda divided by 2. 2 വെട്ടിക്കളയുക. സോ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ലാംഡ തന്നെ. So this is the answer. Sorry, നമുക്ക് എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. 2 omega0 is equal to, അതൊക്കെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഒരു പ്രാവശ്യം. സോ ഒമേഗ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hc divided by ലാംഡയാണ്. 2 omega0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hc divided by ലാംഡ ഡാഷ് ആണ് അല്ലേ? hc divided by ലാംഡ ഡാഷ്. സോ 2 omega0 divided by omega0 is equal to hc divided by lambda divided by hc divided by lambda. അപ്പോൾ ഇൻറ്റു ലാംഡ ഡാഷ് ഡിവൈഡ് ബൈ hc ക്യാൻസൽ ചെയ്യുക, ഒമേഗ0 ക്യാൻസൽ ചെയ്യുക. സോ 2 ഈസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഡാഷ് ഡിവൈഡ് ബൈ ലാംഡ. സോ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 lambda. സോ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 lambda. മിസ്റ്റേക്ക് എന്താ എന്തെങ്കിലും? ഒമേഗ0 ഈസ് ഈക്വൽ ടു hc divided by lambda. 2 omega0 is equal to hc divided by lambda dash. hc divided by lambda dash. Equation number 1, equation number 2. So 1 divided by 2 നമുക്ക് നോക്കാം. So
omega naught divided by 2 omega naught is equal to hc divided by lambda divided by hc divided by lambda dash. That is equal to hc divided by lambda into lambda dash divided by hc. So lambda dash divided by lambda is equal to 1 by 2. So lambda dash is equal to lambda by 2. ഇതാണ് ഉത്തരം. സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ദ എനർജി ഓഫ് ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 450 നാനോമീറ്റർ. 450 നാനോമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. സോ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇ ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. എച്ച് ന്യൂ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ചെയ്യാമല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.626 into 10 raised to minus 34 into 3 into 10 raised to 8 divided by lambda. 450 into 10 raised to minus 9. So ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.4 into 10 raised to minus 19 joule. ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ -9 മുകളിലേക്ക് എടുക്കുക, എന്നിട്ട് 10ന്റെ പവറുകൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതും ഡിവൈഡ് ചെയ്യുക. ഈ ഒരു സീറോയെ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഇനി ദ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 5 ഇലക്ട്രോൺ വോൾട്ട്. കാൽക്കുലേറ്റ് ദി ഡി ബ്രോഗലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. നമുക്കൊരു കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി, സോ കെ ഇ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഡി ബ്രോഗലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഡി ബ്രോഗലി വേവ് ലെങ്ത്. സോ ഡി ബ്രോഗലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് ഡിവൈഡഡ് ബൈ പി. ഓക്കെ, സോ ലാംഡ ഇൻ എച്ച് ഡിവൈഡഡ് ബൈ പി എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ വേറെയും ഇക്വേഷൻ ഉണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m, ഇവിടെ കൈനറ്റിക് എനർജി കണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6.626 into 10 raised to minus 34 root of 2 into mass of electron എന്ന് പറയുന്നത് 9.1 into 10 raised to minus 31 into kinetic energy എത്രയാണ്? 5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 5 into ഇലക്ട്രോൺ വോൾട്ട് എത്രയാണ്? 1.6 into 10 raised to minus 90. ഓക്കെ, 5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്, 2.9 ആംസ്ട്രോങ്. ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ ആർ ആക്സലറേറ്റഡ് ബൈ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദ റേഷ്യോ ഓഫ് ദെയർ ഡി ബ്രോഗലി വേവ് ലെങ്ത്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളും ഉണ്ട്, അതുപോലെ ഒരു പ്രോട്ടോണും ഉണ്ട്. സോ ഇത് രണ്ടും ഒരേ ഇതിൽ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ചെയ്ത് നോക്കാം. നമുക്ക് ലാംഡയുടെ ഇക്വേഷൻ അറിയാം. ഡി ബ്രോഗലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m ഇക്വേഷനാണ്. അപ്പോൾ ലാംഡ ഫോർ പി ലാംഡ ഫോർ പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m. ഇനി ലാംഡ ഫോർ ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയത്തിന് തുല്യമാണ്. സോ 4m. അതിൻ്റെ ഹീലിയത്തിൻ്റെ ചാർജ് എത്രയാണ്? 2e ആണ്. സോ 2e, ഇത്രയും വോൾട്ട്. ഓക്കെ, അപ്പോൾ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ പി. ലാംഡ പിക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം. ലാംഡ പി എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m റേഷ്യോ ആണ്. അപ്പോൾ ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 4 ഇൻറ്റു m ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് വെച്ച് വെട്ടിക്കളയാം. ബാക്കി ഈ എം ഇവിടുത്തെ എം വെട്ടിക്കളയാം, ഇ വി വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? റൂട്ട് 2 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 2m 2 ഡിവൈഡഡ് ബൈ
√2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു √2ഉം ഈ ഒരു 2ഉം കളയാം, ബാക്കി എന്തുണ്ട് √8. സോ √8 ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ്, വർക്ക് ഫംഗ്ഷൻ ഓഫ് 3 metals A, B, C are 4.5 electron volt, 4.3 electron volt, 3.5 electron volt respectively. If a light of wavelength 4000 angstrom is incident on the metal, then photoelectric emissions are emit from A. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4000 ആംസ്ട്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് 4000ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 4000ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ എനർജി E ഈക്വൽ ടു എന്താണ് hν അഥവാ hc/λ അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ ലാംഡ. സോ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000. സോ 4000 ഇൻറ്റു 10⁻10 ആംസ്ട്രത്തിലാണ് 10. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.9 ആംസ്ട്രം എന്ന് ഉത്തരം കിട്ടും. എത്രയാണ് 4.9 ആംസ്ട്രം. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ് 4.9 ആംസ്ട്രം ആണ്. സോ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ഓൾ ദ മെറ്റൽസ് അല്ലേ. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എത്രയാണ് 4.9 ആംസ്ട്രം. സോറി ആംസ്ട്രം അല്ല 4.9 ഇലക്ട്രോൺ വോൾട്ട് കേട്ടോ. ഫസ്റ്റ് മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ് 4.5, സെക്കൻഡ് എത്രയാണ് 4.3, തേർഡിൻ്റെ എത്രയാണ് 3.5. സോ ഇത്രയും എനർജി ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. സോ നമ്മൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എത്രയാണ് 4.9 ആണ്. സോ ഇവിടെ 3 മെറ്റലിൽ നിന്നും എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും ഒക്കെ എന്ത് നടക്കും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സാധ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് photoelectric equation, the plot of the kinetic energy of the emitted photoelectrons from a metal versus the frequency of the incident radiation give a straight line whose slope is എന്താണ് നമ്മളൊരു ഗ്രാഫ് സാധാരണ വരയ്ക്കാറ്. നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കും. സോ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ വേഴ്സസ് ഫ്രീക്വൻസി. സോ ഇവിടെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/e ആണ്, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. h/e കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ നമ്മൾ ഏതൊരു മെറ്റൽ എടുത്തു കഴിഞ്ഞാലും ആ മെറ്റലിൻ്റെ എല്ലാം സ്ലോപ്പ് എന്തായിരിക്കും h/e ആയിരിക്കും. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ, depend on the nature of the metal used, depend on the intensity of radiation, depend both on intensity and radiation of the metal used, is same for all metals and independent of the intensity of the radiation. അപ്പോൾ കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഡി ആണ് നമ്മുടെ ഉത്തരം. എന്താണ്? ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത എന്താ? ഇഫ് കൈനറ്റിക് എനർജി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഈസ് ഡബിൾഡ്, ഇറ്റ്സ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് വിൽ ബി ചേഞ്ച് ബൈ എ ഫാക്ടർ. സോ നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ എഴുതാം. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അല്ല, ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/√2mEV. സോ ഈ EV ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഡബിൾഡ്, ഇറ്റ്സ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് വിൽ ബി ചേഞ്ച് ബൈ എ ഫാക്ടർ ഓഫ് എന്താണ് 1/√2. സോ ഇത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ അഡീഷണൽ ഒരു 2 കൂടി ഇതിൻ്റെ കൂടെ വരും. സോ അപ്പോൾ എന്ത് സംഭവിക്കും? ചേഞ്ച്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1/√2. ഓക്കെ, ശരി. അടുത്തത്, ഫോർ എ ഗിവൺ കൈനറ്റിക് എനർജി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി സ്മോളസ്റ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് സ്മോളസ്റ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്? ഏറ്റവും കുറവ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉള്ളത് ഏതിനാണെന്നുള്ളതാണ് നമ്മുടെ എ പാർട്ടിക്കിൾ. ഇത് ആൽഫ പാർട്ടിക്കിൾ ആട്ടോ, ആൽഫ പാർട്ടിക്കിളാണ് ഇത്, ആൽഫ പാർട്ടിക്കിൾ. ഫോർ എ ഗിവൺ കൈനറ്റിക് എനർജി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്മോളസ്റ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്? സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞാൽ h/√2mE ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിന് മാസുണ്ട്, പ്രോട്ടോണിൻ്റെ മാസുണ്ട്, ഡ്യൂട്രോണിൻ്റെ മാസുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാസ്, കാരണം മാസ് കൂടുമ്പോഴാണ് ലാംഡയുടെ വാല്യൂ കുറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാസ് വരുന്ന ആർക്ക്? ആൽഫ പാർട്ടിക്കിളാണ്. സോ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇത് രണ്ടും നമ്മുടെ ഉത്തരമല്ല.
അപ്പോൾ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/√m. സോ ഇഫ് m increases, lambda decreases. ഓക്കെ ആണല്ലോ? യെസ്. എ പ്രോട്ടോൺ, എ ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ ആൻഡ് an alpha particle so have same energy, then their de Broglie wavelengths compare as. അപ്പോൾ നമ്മുടെ എന്തുണ്ട്? ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ന്യൂട്രോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. ഒരു ആൽഫ പാർട്ടിക്കിൾ, പ്രോട്ടോൺ, ആൽഫ പാർട്ടിക്കിൾ. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ലാംഡ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഓഫ് ന്യൂട്രോൺ ആണ്. കാരണം പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് ഒന്ന് തന്നെയാണ്. സോ അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ലാംഡ ഓഫ് പ്രോട്ടോണും ലാംഡ ഓഫ് ന്യൂട്രോണും തുല്യമാണ്. ഇനി പ്രോട്ടോണിനേക്കാൾ കുറവാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്. കാരണം എന്താ? നമുക്കറിയാം ലാംഡ എന്ന് പ്രപ്പോർഷണൽ ടു 1/√m ആണ്. സോ ആൽഫ പാർട്ടിക്കിളുടെ മാസ് കൂടുതലാണ് പ്രോട്ടോണിനേക്കാൾ. സോ സ്വാഭാവികമായിട്ടും അതിൻ്റെ വേവ്ലെങ്ത് എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. ആരെ അപേക്ഷിച്ചിട്ട്? പ്രോട്ടോണിനേക്കാൾ കുറവായിരിക്കണം. സോ ഇതും കറക്റ്റാണ്. ഇനി നോക്കിയേ, ഇലക്ട്രോൺ. സോ ഇലക്ട്രോണിൻ്റെ മാസ് കുറവാണ് കമ്പയർഡ് ടു ന്യൂട്രോൺ, ശരിയല്ലേ? സോ അതിൻ്റെ വേവ്ലെങ്ത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. സോ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ. ദെൻ അടുത്തത്, ഫോട്ടോഇലക്ട്രിക് എഫക്ട്സ് determine the maximum velocity of electron reacting the collector. In photoelectric effect, what determine the maximum velocity of electron reacting the collector? Frequency of incident radiation alone, work function of the metal, potential difference between the emitter and the collector, all of this ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഫോട്ടോഇലക്ട്രിക് ഫ്രെയിമിൽ 2 പ്ലേറ്റുകൾ വയ്ക്കുമല്ലോ. ഇത് ഒരു ആനോഡ് പ്ലേറ്റ്, ഇതൊരു കാഥോഡ് പ്ലേറ്റ്, ഇതൊരു ആനോഡ് പ്ലേറ്റ്. ഓക്കെ. സോ ആനോഡ് പ്ലേറ്റിനാണ് നമ്മൾ കളക്ടർ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. കളക്ടർ. ഇത് എമിറ്റർ പ്ലേറ്റ് ആണ്, എമിറ്റർ. സോ ഈ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളെയാണ് ഈ ആനോഡ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ആനോഡ് കൂടുതൽ പിടിച്ചെടുക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻസ് കൂടുതലാണെങ്കിൽ കൂടുതൽ കൈനറ്റിക് എനർജിയിലാണ് മൂവ് ചെയ്ത് അങ്ങോട്ട് പോകും. വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമിറ്റർ ആൻഡ് ദ കളക്ടർ. സോ ഈ 3 ഫാക്ടർ ഡിപ്പെൻഡ് ആണ് എന്തിനെ? ഫോട്ടോഇലക്ട്രിക് എഫക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത്, പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ, എ പാർട്ടിക്കിളിലെ ആൽഫ പാർട്ടിക്കിൾ ഹാവ് ദ സെയിം ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്. വാട്ട് സെയിം ഫോർ ബോത്ത് ദം? ഒരു പ്രോട്ടോണും ഉണ്ട്, ഒരു ആൽഫ പാർട്ടിക്കിളും ഉണ്ട്. സോ രണ്ടിൻ്റെയും ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് സെയിം ആകണമെങ്കിൽ ഏത് കാര്യമാണ് അവിടെ കോമൺ ആയിട്ട് തുല്യമാവേണ്ടത്? സോ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്ന് എഴുതാമല്ലോ. h/p, ശരിയല്ലേ? h/p. സോ പ്രോട്ടോൺ h/p എന്ന് എഴുതാം. സോ ലാംഡ ഓഫ് ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നതും h/p ആണ്. സോ ഇത് രണ്ടും തുല്യമാകണമെങ്കിൽ ഈ പി രണ്ടും എങ്ങനെയാവണം? തുല്യമാവണം, ശരിയല്ലേ? പി കൊണ്ട് mv ആണ്. അപ്പോൾ മാസും വെലോസിറ്റിയും ചേഞ്ച് ആവാം, പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ആൽഫ പി ഈക്വൽ ടു ആൽഫ, ലാംഡ പി ഈക്വൽ ടു ലാംഡ ആൽഫ ആകണമെങ്കിൽ ഡിനോമിനേറ്ററിലെ മൊമെൻറ്റം തുല്യമായിരിക്കണം. സോ ഡി ആണ് നമ്മുടെ ഉത്തരം. എന്താണ്? മൊമെൻറ്റം തുല്യമായാൽ അത് തുല്യമാകും. അടുത്ത ക്വസ്റ്റ്യൻ, an electron is moving with an initial velocity v equal to v0 and is an electromagnetic field of b0j, then its de Broglie wavelength. എന്താണ്? an electron is moving with an initial velocity v equal to v0i and is in a magnetic field b equal to v0j, then its de Broglie wavelength. So de Broglie wavelength എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ റിമൈൻസ് കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇലക്ട്രോൺ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു QEB സൈൻ തീറ്റ അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു QEB എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുള്ളൂ. സോ അത് വെച്ചുകൊണ്ട് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഒന്നും ചേഞ്ച് ആവില്ല. സോ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി തന്നെ നിലനിൽക്കും. മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡിനെയോ മറ്റുള്ള ഫാക്ടറുകളെയൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്? ആറ് മില്ലിഗൺ ആണ്. മില്ലിഗൺ, ഈ മില്ലിഗണിൻ്റെ എക്സ്പെരിമെൻറ്റ്, മില്ലിഗൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് ആദ്യമായിട്ട് ഡിറ്റർമിൻ ചെയ്തത് R.A. മില്ലിഗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. നെക്സ്റ്റ്, കാഥോഡ് റേ വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറിച്ച് ഹെഡ്സ്. ഇതാണ് ഹെൻറിച്ച് ഹെഡ്സ് ആണ് കാഥോഡ് റേ എന്ന് പറയുന്ന സാധനം. കാഥോഡ് റേ അല്ല, സോറി, ഇതല്ല കേട്ടോ,
വില്യമാണ്, വില്യം. സോ കാഥോഡ് റേ കണ്ടുപിടിച്ചത് വില്യം ആണ്, വില്യം ടോക്സ്. ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ എമിഷൻ ഫ്രം എ മെറ്റൽ സർഫസ് can be supplied to the free electron by which of the following physical process? The minimum energy required for the electron emission from a metal surface can be supplied to the free electron by which of the following physical properties? ഇതിൽ ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ എമിഷൻ നമുക്ക് സാധ്യമാക്കി തരുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു മെറ്റൽ സർഫസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് എനർജി കിട്ടി ഇലക്ട്രോൺ എമിറ്റ് ആവാം. ഫീൽഡ് എമിഷൻ ഫീൽഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കും. ദെൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സാധ്യമാവും. സോ ഓൾ ഓഫ് ദിസ് ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിനോമിനൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വാസ് ഡിസ്കവേർഡ് ബൈ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡിസ്കവേർഡ് ചെയ്തത് ആരാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡിസ്കവേർഡ് ചെയ്തത്. അപ്പോൾ പല ആളുകളും ചാടിക്കറിയ ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതും. സോ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും. പക്ഷേ കണ്ടുപിടിച്ച ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ മെറ്റൽ സർഫസ് ഇജക്ട് ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഹിറ്റ് ബൈ ഗ്രീൻ ലൈറ്റ് ബട്ട് നത്തിങ് വെൻ ഹിറ്റ് ബൈ യെല്ലോ ലൈറ്റ്. ദ ഇലക്ട്രോൺ വിൽ ബി ഇജക്റ്റഡ് വെൻ ദ സർഫസ് ഇസ് ഹിറ്റ് ബൈ. അതായത് ഗ്രീൻ ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീണപ്പോൾ ഇലക്ട്രോണുകൾ ഇജക്റ്റായി വെൻ ഹിറ്റ് ബൈ യെല്ലോ ലൈറ്റ്. എന്നാൽ യെല്ലോ ലൈറ്റ് വീണ് കഴിഞ്ഞപ്പോൾ എന്ത് നടന്നില്ല? മെറ്റൽ സർഫസ് ഇജക്ട് ഇലക്ട്രോൺ വെൻ ഇറ്റ് ഹിറ്റ് ബൈ ഗ്രീൻ ലൈറ്റ് ബട്ട് നത്തിങ് വെൻ ഹിറ്റ് ബൈ യെല്ലോ ലൈറ്റ്. ദ ഇലക്ട്രോൺ വിൽ ബി ഇജക്റ്റഡ് വെൻ ദ സർഫസ് ഈസ് ഹിറ്റ് ബൈ. അപ്പോൾ ഗ്രീൻ ലൈറ്റ് വീണപ്പോൾ ഇലക്ട്രോൺ ഇജക്റ്റ് ആയി, പക്ഷേ യെല്ലോ ലൈറ്റ് വീണപ്പോൾ ഇലക്ട്രോൺ ഇജക്റ്റ് ആയില്ല. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഏത് ലൈറ്റ് വീഴുമ്പോഴാണ് വീണ്ടും ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? അപ്പോൾ നമുക്ക് കളറുകളുടെ ആ ഒരു ഇതെഴുതാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ? ഇതിന് ലാംഡ കുറവാണ്, ഇതിന് ലാംഡ കൂടുതലാണ്. അപ്പോൾ ഇതിന് ഫ്രീക്വൻസി കൂടുതലാണ്, ഇതിന് ഫ്രീക്വൻസിയാണ് കേട്ടോ, ഇതിന് കുറവാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ലൈറ്റിൽ നമുക്ക് പോസിബിൾ ആണ്, ഇജക്ഷൻ നടക്കും അല്ലേ? ഗ്രീൻ ലൈറ്റുകൾ ഇജക്റ്റഡ്. ഓക്കെ, അതായത് ഗ്രീൻ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് വീണാൽ തന്നെ ഇജക്ഷൻ പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ മുകളിലേക്കുള്ള ഫ്രീക്വൻസികളെല്ലാം കൂടുതലാണല്ലോ. അപ്പോൾ കൂടുതലുള്ള ഫ്രീക്വൻസി ആയതുകൊണ്ട് നമുക്കറിയാം എച്ച് ന്യൂ ആണ് വർക്ക് ഫംഗ്ഷൻ. ഇപ്പോൾ ഇതൊരു ന്യൂ 5 ആണെന്ന് വിചാരിക്കും, ഇത് 6, 7, 8 അല്ലേ? അപ്പോൾ 5ഉം 5ന് മുകളിലേക്കുമാണെങ്കിൽ നമുക്ക് എച്ച് ന്യൂ സാറ്റിസ്ഫൈ ചെയ്യും, നമുക്ക് ഇജക്ഷൻ പോസിബിൾ ആണ്. അതിൻ്റെ താഴത്തേക്കുള്ള കളറുകളൊന്നും സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്ലൂ കളർ ഉണ്ടല്ലോ, സോ ബ്ലൂ ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റ്? ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഐൻസ്റ്റീൻ 4 ലോ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനനാണ്. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ അകത്ത് നമ്മൾ ഇൻറ്റൻസിറ്റി, കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് ഫ്രീക്വൻസി ഈസ് directly proportional to kinetic energy of the particle, or kinetic energy is proportional to frequency of the particle. അപ്പോൾ ഇവിടെ the photoelectric current increases with intensity. അപ്പോൾ I proportional to I. സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. The photoelectric current increases with the intensity of light. അടുത്ത ഓപ്ഷൻ നോക്കിയേ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ increases with increasing intensity of incident light. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒരിക്കലും ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടും. ഒരിക്കലും ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടില്ല, അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടില്ല. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. സോ അതാണ് നമ്മുടെ ഉത്തരം. ഉത്തരം എ ആണ് നമ്മുടെ ആൻസർ. യെസ്, അടുത്തത്. ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദ ഫോട്ടോ കറണ്ട് ഡിപ്പെൻഡ്സ് ബോത്ത് ഓൺ ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ the frequency of incident light but depend on the intensity of incident light. Depend both on intensity and frequency. അപ്പോൾ ഇതെന്തായാലും ഓപ്ഷൻ അല്ല. does not depend on the frequency. ഓക്കെ, ശരിയാണ്. light but depend on the intensity. ഓക്കെ, അപ്പോൾ അത് ശരിയാണല്ലോ.
അത് ശരിയാണ്. ഇത് ശരിയാണോ? ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി അല്ല. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി അല്ല. അപ്പോൾ ഏതാ ഉത്തരം? ബി ആണ് നമ്മുടെ ഉത്തരം. എന്താണ്? ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ബട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഇന്റൻസിറ്റി ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ്. ഓക്കെ ആണേ? ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, the maximum value of photoelectric current is called base current, saturation current, collector current, emitter current. ഏതാണ് ഉത്തരം? സാച്ചുറേഷൻ കറണ്ട് ആണ് നമ്മുടെ ഉത്തരം. ഏതാണ്? സാച്ചുറേഷൻ കറണ്ട് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി ഇൻ ഫോട്ടോഇലക്ട്രിക് എഫക്ട് the photoelectric current is independent of intensity of incident light. ശരിയാണോ? അല്ല, അത് ഡിപ്പെൻഡ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദി ടു ഇലക്ട്രോഡ്സ്, ദ നേച്ചർ ഓഫ് ദി എമിറ്റർ മെറ്റീരിയൽ, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അപ്പോൾ ദ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് കറണ്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, അടുത്തത്, ഇൻ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: frequency of incident light, nature of the emitter material, intensity of the incident light, both A and B. So നമുക്ക് നോക്കാം. ഇതാണ് ഉത്തരം. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ഓൺ ബോത്ത് എ ആൻഡ് ബി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദി എമിറ്റർ മെറ്റീരിയൽ. സോ എമിറ്റർ മെറ്റീരിയലിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ ദ ഗ്രാഫ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം എ മെറ്റൽ വേഴ്സസ് ഫ്രീക്വൻസി ഇൻസിഡന്റ് റേഡിയേഷൻ ഗിവ് എ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് വിത്ത് സ്ലോപ്പ്. യെസ്, ഇത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡിപ്പെൻഡ് ഓൺ ദി ഇന്റൻസിറ്റി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ, depend on the nature of metal and also intensity of incident radiation. Same for all metals, independent of intensity of radiation. So C ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയും ഫോട്ടോഇലക്ട്രിക് എഫക്റ്റിൽ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നമ്മൾ കൈനറ്റിക് എനർജി നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഓൺലി ഡിപ്പെൻഡ് ഓൺ H/E ഫാക്ടർ. സോ H/E ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരിക്കലും ഇൻസിഡൻറ്റ് ലൈറ്റിനെയോ മറ്റ് ഫാക്ടറുകളെയോ ഒന്നും ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ അത്. Which phenomenon best supports the theory that matter has a wave nature? Electron momentum, electron diffraction, photon momentum, photon diffraction. So electron diffraction ആണ് best example. Okay, electron diffraction. അപ്പോൾ മാറ്റർ വേവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് എന്നുള്ളതാണ്. സോ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ക്വാണ്ടം തിയറി ഓഫ് വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം സർഫസ് അഗെയിൻസ്റ്റ് കൂളംബ് ഫോഴ്സ്, the minimum energy required to free a nucleon, the minimum energy to ionize an atom, the minimum energy required to eject an electron from an orbit. സോ നമുക്ക് ഈ ഡി ഓപ്ഷനും എ ഓപ്ഷനിലുമാണ് നമുക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം സർഫസ് അഗെയിൻസ്റ്റ് കുളമിക് ഫോഴ്സസ്. ഓക്കെ, ഒരു മെറ്റൽ സർഫസിൽ കുളമിക് ഫോഴ്സിൽ ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം എനർജിയാണ് നമ്മളതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഫൈ നോട്ട് അല്ലെങ്കിൽ W0 എന്നൊക്കെ പറയുന്നത്. ദ റെസ്റ്റ് മാസ് ഓഫ് ദി ഫോട്ടോൺ വേവ് ലെങ്ത് എക്സിസ്. റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ വേവ് ലെങ്ത് എക്സിസ്. സോ റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ 0 ആണ്. റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ പഠിച്ചിരിക്കുക. ഫോട്ടോൺ എന്ന് പറഞ്ഞ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. സോ ആ പാക്കറ്റ്സ് ഓഫ് എനർജി റെസ്റ്റ് മാസിൽ 0, അതായത് അതിൻ്റെ മാസ് 0 ആണ്. മൂവ്മെൻറ്റിൽ മാത്രമേ അവിടെ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്: എനർജി, മൊമെൻറ്റം, അതുപോലെ തന്നെ മാസ്, എനർജി, ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം. സോ ഒരുപാടൊന്നും ആലോചിക്കാൻ പോകണ്ട, നമ്മുടെ ഉത്തരം എനർജി തന്നെയാണ്. എനർജി. സോ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? എനർജി. ഓക്കെ, അടുത്തത് ഐൻസ്റ്റീൻസ് ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ. സോ ഐൻസ്റ്റീൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ലൈറ്റിൻ്റെ വന്ന് വീഴുന്ന എനർജി എന്ന് പറയുന്ന 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. H/0 പ്ലസ് എന്താണ്? ½ mv².
എച്ച് ന്യൂ സീറോ പ്ലസ് എന്താണ് ഹാഫ് എം വി സ്ക്വയറാണ്. സോ ഇവിടെ നോക്കിയേ എച്ച് ന്യൂ സീറോ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ അല്ലേ. സോ ഇത് വന്നു വീഴുന്ന ലൈറ്റിൻ്റെ എനർജി, ഇത് വർക്ക് ഫംഗ്ഷൻ, ഇത് അതിൻ്റെ കൈനറ്റിക് എനർജി. ഓക്കെ ആണല്ലോ, ശരി. ഇൻ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് the number of photoelectrons emitted is proportional to intensity of incident radiation. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഫോട്ടോയിലക്ട്രിക് കറണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. കാരണം ഇലക്ട്രോൺ ഫ്ലോയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ല, ഫോട്ടോയിലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. സോ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. സോ എ ആണ് നമ്മുടെ ഉത്തരം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ്? പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ് കാണിക്കുന്നത് ഏതാണെന്നാണ്. സോ നമ്മൾ പറഞ്ഞു പോളറൈസേഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് ഒക്കെ വേവ് നേച്ചറെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഫോട്ടോയിലക്ട്രിക് എഫക്റ്റ് ആണ് അതിൻ്റെ പാർട്ടിക്കൽ നേച്ചറെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ ആണേ. ഇനി ടു പാർട്ടിക്കിൾ ഓഫ് A1 ആൻഡ് A2 ഓഫ് മാസസ് M1 ആൻഡ് M2 ഹാവ് ദ സെയിം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ദെൻ സെയിം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇപ്പം ലാംഡ ഓഫ് A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് h/p ആണ്. ഇനി ലാംഡ ഓഫ് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/p ആണ്. ഓക്കെ, സോ ഈ ലാംഡ ഓഫ് A1ഉം ലാംഡ ഓഫ് A2ഉം ഈക്വൽ ആവണമെങ്കിൽ രണ്ടിൻ്റെയും പി തുല്യമാവണം. സോ ദെയർ മൊമെൻ്റ ആർ ദി സെയിം. അതിൻ്റെ മൊമെൻ്റ് എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ ആണല്ലോ, ശരി. അടുത്ത 15ാമത്തെ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് പാർട്ടിക്കിൾ ഹാവ് വേവ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. വെൻ ആൻ ഇലക്ട്രോൺ and a proton have the same de Broglie wavelength, they will have equal momentum. Which of the above statement is correct? According to de Broglie hypothesis, particle has wave-like characteristics. De Broglie hypothesis അനുസരിച്ച് wave-like characteristics കാണിക്കുന്നുണ്ട്. lambda is equal to h/p. So അത് ശരിയാണ്. When an electron and a proton have same de Broglie wavelength, they will have the equal momentum. So രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള മൊമെൻ്റം ആണെങ്കിൽ നമുക്ക് ആൽഫ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും വേവ് ലെങ്ത് തുല്യമാണെന്ന് പറയാം. സോ എന്താണ് ബോത്ത് 1 and 2 കറക്റ്റ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് വരുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് T12 ഓഫ് എ റേഡിയേറ്റീവ് സാമ്പിൾ ആൻഡ് ഇറ്റ്സ് മീൻ ലൈഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു. സോ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സോ T12 is equal to 0.693 divided by lambda എന്നാണ് പറയുന്നത്. ശരി, മീൻ ലൈഫ് ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/λ. ഓക്കെ, സോ T12 is equal to എന്തെഴുതാം? 0.693 into ടോ അല്ലേ. അപ്പോൾ ടോ is equal to എന്തെഴുതാം? T12 divided by 0.693. ടോ is equal to ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി, പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഉണ്ടോ. ഇനി the quantity which is not conserved in nuclear reaction is momentum, charge, mass, none of this are the answer. The half life of a radioactive nucleus is 3 hours. 3 hour ആണ് half life ഒരു radioactive element. So T12 is equal to 3 hour. In 9 hours the activity will be reduced to a factor of, അപ്പോൾ T എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 hour ആണ്. സോ ആക്ടിവിറ്റി A is equal to A0 into 1/2 whole raised to n എന്നാണ് നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ. സോ A is equal to A0 into 1/2. ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ആണ്. നമുക്ക് തരുന്ന സമയത്തിൽ എത്ര ഹാഫ് ലൈഫുകൾ ഉണ്ട് എന്നതിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. സോ അപ്പോൾ T divided by T12 ചെയ്താൽ മതി അത് കാണണമെങ്കിൽ അല്ലേ. So that is equal to A0 into 1/2 whole raised to T by T12 9/3. That is equal to A0 1/2 whole raised to 3. So A0/8. So A എന്ന് പറഞ്ഞാൽ എത്രയാണ്? A0/8. ഓക്കെ ആണേ, ശരി. അടുത്തത് എ റേഡിയോആക്റ്റീവ് എലമെൻറ്റ് ഹാസ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് 1600 years. അപ്പോൾ T12 ആദ്യം എഴുതുക. T12 എന്ന് പറയുന്നത് 1600 എന്താണ് ഇയേഴ്സ് ആണ്. ആഫ്റ്റർ അപ്പോൾ T ഇസ് ഈക്വൽ ടു 6400 ഇയേഴ്സ്. ആഫ്റ്റർ 6400 ഇയേഴ്സ് വാട്ട് എമൗണ്ട് വിൽ ബി റിമെയിൻ?
ഓക്കെ, സോ നമുക്കറിയാം നമ്പർ ഓഫ് ആറ്റം റിമൈൻ n = n0 ഇൻറ്റു 1/2 ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന ഇക്വേഷനാണ്. n എന്ന് പറഞ്ഞാൽ എത്ര സമയത്തിന് ശേഷം എത്ര ഉണ്ടാവും എന്നുള്ള അളവ്. n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന അളവ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു 1/2 ഇൻറ്റു n കണ്ടുപിടിക്കണം. സോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? t/t½ ആണ് അല്ലേ. t എന്ന് പറഞ്ഞാൽ 6400 ഡിവൈഡ് ബൈ 1600. സോ ഇത് രണ്ടും വെട്ടിക്കളയാം. ബാക്കി എത്രയുണ്ട്? 64/16 32 4. സോ n ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു 1/2 ഹോൾ റൈസ് ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു n0 ബൈ 2 കൊണ്ട് 4, 4 കൊണ്ട് 8, 8 കൊണ്ട് 16. സോ താഴെ 16. സോ ബി ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ. ശരി, അടുത്തത് റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ന്യൂക്ലിയൈ വിത്ത് മാസ് നമ്പർ 8 and 27 വുഡ് ബി. സോ ന്യൂക്ലിയർ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? R = R0 ഇൻറ്റു a റേസ് ടു 1/2. a എന്ന് പറയുന്ന മാസ് നമ്പറാണ്. സോ R = R0 ഇൻറ്റു 8 ആണെങ്കിൽ 1/3 ആണ് കേട്ടോ, ടു 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇപ്പോൾ R1 എന്ന് കൊടുക്കാം. R2 ആണെങ്കിൽ R0 ഇൻറ്റു 1/27 ഹോൾ റൈസ് ടു 1/3 അല്ലേ. അപ്പോൾ R1/R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? R1/R2 1/27 ഉള്ളൂ, 8/27 ഹോൾ റൈസ് ടു 1/3. സോ ഇത് നമുക്ക് 2/3 ഹോൾ ക്യൂബ് ഹോൾ റൈസ് ടു 1/3 എന്ന് എഴുതാമല്ലോ. സോ ഇത് വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? 2/3. സോ ദിസ് ഈസ് ആൻസർ 2/3. ഓക്കെ, ഇനി എ റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസ് എമിറ്റ്സ് എ ബീറ്റ പാർട്ടിക്കിൾ. ദ പാരന്റ് ആൻഡ് ഡോട്ടർ ന്യൂക്ലിയൈ ആർ. സോ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മുകളിലത്തെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. ഇതിപ്പോൾ എക്സ് എമിറ്റ് എ ബീറ്റ പാർട്ടിക്കിൾ, ഇപ്പോൾ വൈ പ്ലസ് സംതിങ് എന്നാണ്. സോ ഇവിടുത്തെ എലമെൻ്റ് എപ്പോഴും സെയിം ആയിരിക്കും. സെയിം. ഓക്കെ, മുകളിൽ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോ ബാറുകളെന്ന്. സോ ദേ ആർ നോൺ ആസ് ഐസോബാർസ് അല്ലേ. ഐസോ ബാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ നടക്കാൻ നേരത്ത് താഴെ ഇപ്പോൾ എക്സ് എ ഇസഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐസോ ടോപ്പ് എന്ന് പറയുമ്പോൾ താഴെ ചേഞ്ച് വരുമ്പോഴാണ്. താഴെ സെയിം ആകുമ്പോൾ ഐസോ ടോപ്പുകൾ എന്ന് പറയുന്നത്. മുകളിൽ സെയിം ആകുമ്പോൾ നമ്മൾ ഐസോ ബാറുകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഐസോ ബാറുകളാണ് ആൽഫ ഡിക്കയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഡിസിൻറ്റഗ്രേഷൻ സീരീസ് യുറേനിയം 238. സോ യുറേനിയം 238 92. ഇവിടെ ഒരു ആൽഫ ഡിക്ക് നടന്നു കഴിഞ്ഞാൽ He24 ആണ്, ഹീലിയം 24 അല്ലേ. താഴെ 2 കുറയണം. അപ്പോൾ എക്സിൽ 2 കുറഞ്ഞു, മുകളിൽ 4 കുറയണം. സോ 234 അല്ലേ. ഇംപ്ലൈസ് ഒരു ബീറ്റ എമിഷൻ നടന്നു. സോ ബീറ്റ എമിഷൻ എന്ന് മാത്രമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ നെഗറ്റീവ് എമിഷനാണ്. സോ ബീറ്റ നെഗറ്റീവ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്രോൺ വിഘടിച്ച് ഒരു പ്രോട്ടോണും പിന്നെ ഒരു ഇലക്ട്രോണും പിന്നെ ഒരു ആൻറ്റി ന്യൂട്രിനോയും ഉണ്ടാവും. സോ ഇതാണ് പ്രോസസ്സ്. സോ എന്ത് സംഭവിക്കണം? ഒരു ന്യൂട്രോൺ കുറയണം അല്ലേ. അപ്പോൾ ന്യൂട്രോൺ വിഘടിക്കണം. സോ ന്യൂട്രോൺ വിഘടിക്കണമെങ്കിൽ 92 90 കേട്ടോ, 90 ആണ്. സോ ഇംപ്ലൈസ് എന്താണ്? എക്സ് 90 234. ഇത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്, അത് മാറില്ല. കാരണം ന്യൂട്രോൺ ആണ്, മാറില്ല എന്നല്ല, ന്യൂട്രോൺ വിഘടിച്ചൊരു പ്രോട്ടോൺ ആയിട്ട് മാറി. സോ ഇവിടെ 91 വരും. ഇവിടെ മേളിൽ എന്ത് തന്നെ? 234 തന്നെ. സോ 91 ആൻഡ് 234 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 23rd ക്വസ്റ്റ്യൻ. എ ന്യൂക്ലിയസ് ഇസഡ് XZA emits an alpha particle. The resultant nucleus emits a beta particle. The respective atomic and mass number of the daughter nucleus will be. അപ്പോൾ ആദ്യം ഒരു ആൽഫ പാർട്ടിക്കിൾ ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യണം. സോ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് Z-2 ആയിട്ട് മാറും, A-4 ആയിട്ട് മാറും അല്ലേ. ഇനി ഇതിൽ നിന്ന് ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് Z-2 + 1 ഇവിടെ A-4 അല്ലേ. അതായത് ഈക്വൽ ടു എക്സ് A-4 താഴെ Z-1. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ എമിഷൻ
ഇവിടെ ബീറ്റ മൈനസ് എമിഷൻ. ആൽഫ എമിഷനിൽ മേളിൽ 4 കുറയും, 2 താഴെ കുറയും. ബീറ്റ എമിഷനിൽ ഇതിൽ നിന്ന് വീണ്ടും 1 കൂടും, കാരണം പ്രോട്ടോൺ കൂടും. ന്യൂട്രോൺ വിഘടിച്ച് പ്രോട്ടോൺ ആകാണ് മാറുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ സെറ്റ് വിച്ച് റെപ്രസെന്റ് ഐസോടോപ്പ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺ. സോ ഇതിൽ ഐസോടോപ്പ് ഏതാണെന്നുള്ളതാണ് ആദ്യത്തേത്. ഐസോടോപ്പ്, ടോപ്പ് എന്ന് പറയുമ്പോൾ താഴെ സെയിം ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്, താഴെ സെയിം. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ട്, ഇതൊരെണ്ണം ഉണ്ട്. ഇത് രണ്ടും എന്തായാലും അല്ല, മാറ്റാം നമുക്ക്. ഐസോബാറുകൾ എന്ന് പറയുമ്പോൾ മുകളിലെ വാല്യൂ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഇവിടെ 3 ആണ്, ഇവിടെയും ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ. ഇനി ഐസോട്ടോണുകൾ എന്ന് പറയുമ്പോൾ എയും ഇസഡും കൂടി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാകുമ്പോഴാണ് ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The radius of a spherical nucleus as measured by electron scattering is 3.6 femtometer. What is the mass number of the nucleus most likely to be? ഓക്കെ, അപ്പോൾ നമുക്ക് R = R0 ഇൻറ്റു A⁻⁴ എന്നാണ്, ശരിയല്ലേ? അപ്പോൾ ന്യൂക്ലിയർ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 3.6 ആണ്. 3.6 = R0 ഇൻറ്റു A⁻⁴ അല്ലേ? അപ്പോൾ ഇവിടെ 4ൻ്റെ ആകുമ്പോൾ 64, 64, 3.6 ആണ്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, എയ്ക്ക് എത്ര വാല്യൂ കൊടുക്കുമ്പോഴാണ് 3.6 കിട്ടാൻ സാധ്യത കൂടുതലെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എയ്ക്ക് ഇപ്പോൾ 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 എടുക്കുമ്പോൾ 9 × 9, 3 ഇപ്പോൾ എയ്ക്ക് 3 എടുത്തു കഴിഞ്ഞാൽ 9, 27 എന്ന് കിട്ടും എയുടെ വാല്യൂ. ഇനി എയ്ക്ക് 4 എടുത്തു കഴിഞ്ഞാൽ 16, 64 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു വാല്യൂ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 27നും 64 ഇടയ്ക്ക് വരുന്നത്. സോ 40 എന്തായാലും ആയിരിക്കില്ല. സോ പിന്നെ ഒരു ചാൻസ് 40 56 ആണ്. സോ നമുക്ക് 56ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. കൺസിഡർ ആൽഫ, ബീറ്റ, ഗാമ പാർട്ടിക്കിൾസ് ഈച്ച് ഹാവിംഗ് ആൻ എനർജി 0.5 MeV. In the increasing order of penetrating power, the radiation are respectively. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ. സോ ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ. സോ പ്രധാനമായിട്ടും അയണൈസേഷൻ എനർജി ഉണ്ട്, അതുപോലെ തന്നെ പെനിട്രേറ്റിംഗ് എനർജി ഉണ്ട്. സോ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ആൽഫ, ബീറ്റ, ഗാമ.